ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ രാത്രിയിൽ കർത്താവിൻ്റെ കൃപയും കടാക്ഷങ്ങളും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആരും കാണാതെ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന നിങ്ങൾ, ദൈവത്തിൻ്റെ കണ്ണുകൾ നിങ്ങളിലേക്കാണ് നോക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് വിവേചിച്ചറിയുന്നു. നിങ്ങളുടെ ഓരോ തുള്ളി കണ്ണുനീരും കർത്താവ് ഒപ്പിയെടുക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് നിഗൂഢതകളിൽ നിന്നെ സൃഷ്ടിച്ചപ്പോൾ നിന്നെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ടായിരുന്ന കർത്താവ്, ഇന്ന് നീ കരയുന്നത് കാണാൻ കർത്താവിന് സാധിക്കുന്നില്ല. അവിടുന്ന് അത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നു. ഈ രാത്രിയിൽ നിന്റെ കരഞ്ഞ ഹൃദയവും കണ്ണുകളുമായി നീ സമർപ്പിക്കുന്ന നിന്റെ ആവശ്യങ്ങളുടെ മേൽ കർത്താവ് ഇടപെട്ട് നിന്റെ പ്രതിസന്ധികളിൽ നിന്നും കർത്താവ് നിന്നെ രക്ഷിക്കുന്ന പ്രാർത്ഥനയാണ് ഇത്. ഈ രാത്രിയിൽ മനസ്സും ഹൃദയവും ശരീരവും ഇന്ദ്രിയങ്ങളും നമ്മെ തന്നെ പൂർണ്ണമായി കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് നിന്റെ ഹൃദയം അസ്വസ്ഥപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ട്? മകനെ, മകളെ, കർത്താവ് നിന്നെ കാണുന്നുണ്ട്. കർത്താവ് നിന്നെ അറിയുന്നു. അവിടുന്ന് നിന്നെ സഹായിക്കും. അവിടുന്ന് നിനക്കായി നിന്റെ കൂടെയുണ്ട്. അവിടുന്ന് നിന്നോടൊപ്പം ഇരുന്ന് നിന്റെ ആശങ്കകളെല്ലാം മാറ്റി, നിന്റെ ഭയം മാറ്റി, അവിടുന്ന് മാത്രം മതി നിന്നെ സഹായിക്കാൻ. ഈ രാത്രിയിൽ എല്ലാ വിഷമങ്ങളും കർത്താവിനെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ശക്തമായ വചനം, ഇന്ന് നാം ശ്രവിക്കുന്ന ഈ വചനത്തിലൂടെ കർത്താവ് നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നാളത്തെ ആവശ്യങ്ങളെ സമർപ്പിക്കാം. ഈ രാത്രിയിൽ നല്ലൊരു ഉറക്കത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ വിഷമങ്ങളും മറന്ന് സമ്പൂർണമായ ദൈവകരങ്ങളിൽ എല്ലാം സമർപ്പിച്ച് സുഖമായ ഒരു ഉറക്കം കർത്താവ് നമുക്ക് നൽകും. വിശ്വാസത്തോടെ ദൈവവചനം ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 139, 15-16 വാക്യങ്ങൾ. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ നിന്റെ തൃപ്പാദത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും കാഴ്ചവെക്കുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം മുഴുവനും നിന്റെ ശാന്തമായ കണ്ണുകൾ ഞങ്ങളെ നോക്കി ഞങ്ങളുടെ ഓരോ വ്യഥകളെയും, ഞങ്ങളുടെ പ്രതിസന്ധികളെയും, ദുഃഖവും ഭയവും വിഷമങ്ങളും അസ്വസ്ഥതകളും ഭയപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളും, ഞങ്ങളെ ആകുലരാക്കുന്ന എല്ലാ പ്രതിസന്ധികളും കർത്താവേ, നീ ഞങ്ങളെ കണ്ടു. ഞങ്ങളുടെ ഇന്നത്തെ അവസ്ഥയെ നീ കണ്ടു. ഞങ്ങൾ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞപ്പോൾ കർത്താവേ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ഒറ്റയ്ക്കിരുന്ന് ആരും കാണാതെ കരഞ്ഞപ്പോൾ നിന്റെ കരം അവരെ താങ്ങി. നീ ഈ മക്കളെ നീ ആശ്വസിപ്പിച്ചു. മകനെ, മകളെ, നീ കരയേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നിനക്ക് മുൻപേ ഞാൻ പോയി എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കും. നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യും. നിനക്ക് വേണ്ടി ഞാൻ പൊരുതും. നീ ഭയപ്പെടേണ്ട. നിനക്ക് അസാധ്യമായത് എനിക്ക് അസാധ്യമാണ്, കർത്താവ് അരുളി ചെയ്യുന്നു. ഈ രാത്രിയിൽ കർത്താവേ, ഞങ്ങളെ പ്രത്യേക പദ്ധതിയോടെ മെനഞ്ഞെടുത്ത ദൈവമേ, ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെട്ട രൂപം കൊണ്ട ഞങ്ങളെക്കുറിച്ചുള്ള പദ്ധതി നിനക്ക് അജ്ഞാതമല്ല. എൻ്റെ ദൈവമേ, എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ കർത്താവേ, നിന്റെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാവുന്നതിന് മുൻപേ അങ്ങയുടെ പുസ്തകത്തിൽ എൻ്റെ പേര് എഴുതപ്പെട്ടിരിക്കുന്നു. ഈ രാത്രിയിൽ
നിന്റെ അനന്തമായ സ്നേഹത്തെ രുചിച്ചറിഞ്ഞ് ആ സ്നേഹത്തെ ധ്യാനിച്ച് ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരുടെയും കണ്ണുനീരൊപ്പി ഈ രാത്രിയിൽ ആശ്വാസം നൽകി, പ്രശ്നങ്ങൾക്കൊരു പ്രതിവിധി നൽകി കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, എല്ലാവരുടെയും കണ്ണുനീരൊപ്പുന്ന കർത്താവ്, ഈ രാത്രിയിൽ ദുഃഖിച്ചും വേദനിച്ചും കരയുന്ന എല്ലാവരുടെയും മേൽ നിന്റെ കടാക്ഷമുണ്ടായി, നിന്റെ അനുഗ്രഹമുണ്ടായി, അവർക്ക് ശക്തി നൽകി, ബലം നൽകി. ഒറ്റയ്ക്കല്ല കർത്താവെ, നീ കൂടെയുണ്ട് എന്ന ആത്മധൈര്യം നൽകി ഈ രാത്രിയിൽ നീ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, ഇത് മറ്റുള്ളവരുടെ കണ്ണുനീരൊപ്പാൻ ഈ ദൈവവചനവും പ്രാർത്ഥനയും അയച്ചു കൊടുക്കുന്ന എല്ലാവരുടെയും മേൽ നീ കരുണയുണ്ടാകണമേ. ദൈവമേ, ഈ പ്രാർത്ഥനയിൽ നിന്നോട് പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെ ഈ പ്രാർത്ഥനയിലൂടെ നീ ഉത്തരം നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. സൗഖ്യം ആവശ്യമായ എല്ലാവർക്കും ഈ രാത്രിയിൽ സൗഖ്യം നൽകി, ആന്തരികവും ബാഹ്യവുമായ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾക്കുന്ന ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമേ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി, മനസ്സിന് സന്തോഷം നൽകി, ഹൃദയത്തിന് സൗഖ്യം നൽകി, ശരീരത്തിന് ആരോഗ്യം നൽകി. ഈ രാത്രിയിൽ സകല ആപത്തുകളിൽ നിന്നും കർത്താവ് നിന്നെ രക്ഷിച്ച് സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കട്ടെ. അതിരാവിലെ കർത്താവിൻ്റെ കാരുണ്യവും സ്നേഹവും നമ്മെ വിളിച്ചുണർത്തി ആശീർവദിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരോടും കൂടെ, നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.